വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4 മുതൽ 7 വരെയുള്ള പേജുകളിലെ പാഠങ്ങളാണ്. നമുക്ക് നമ്മുടെ 4ാം പേജിലോട്ടൊന്ന് പോകാം. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ 4ാം പേജ് കേട്ടോ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലെറ്റ് us സ്പീക്ക്. നമുക്കൊന്ന് സംസാരിക്കാം. ലെറ്റ് us സ്പീക്ക്. നമുക്കൊന്ന് സംസാരിക്കാം. റിപ്പീറ്റ് ആഫ്റ്റർ ദി ടീച്ചർ. ടീച്ചർ പറയുന്നത് കേട്ടിട്ട് കുട്ടികൾ ആവർത്തിച്ച് പറയണം. കേട്ട് പറയണമെന്ന് ചുരുക്കം. ടീച്ചർ, ഐ ക്ലാപ്പ് വിത്ത് മൈ ഹാൻഡ്സ്. ടീച്ചർ പറയുന്നു, ഐ ക്ലാപ്പ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ എൻ്റെ കൈകൾ കൊട്ടുന്നു. ഞാൻ എൻ്റെ കൈകൾ കൊട്ടുന്നു. ഐ ക്ലാപ്പ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ എൻ്റെ കൈകൾ കൊട്ടുന്നു. ഐ ക്ലാപ്പ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ ക്ലാപ്പ് ചെയ്യുന്നു എൻ്റെ കൈകൾ കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ കൈകൾ കൊട്ടുന്നു എന്നാണ് അർത്ഥം. ചിൽഡ്രൻ അത് ഏറ്റു പറയണം. അടുത്തതോ, ഐ ടാപ്പ് വിത്ത് മൈ ഫീറ്റ്. ഐ ടാപ്പ് വിത്ത് മൈ ഫീറ്റ്. ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് ടാപ്പ് ചെയ്യുന്നു, താളം ചവിട്ടുന്നു. കാലുകൊണ്ട് നിലത്ത് താളം ചവിട്ടുന്നതിന് ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഐ ടാപ്പ് വിത്ത് മൈ ഫീറ്റ്. ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നിലത്ത് താളം ചവിട്ടുന്നു. ഐ ലുക്ക് വിത്ത് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നു. ഐ ലുക്ക് വിത്ത് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നു. ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ്. ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടക്കുന്നു. ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ്. ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടക്കുന്നു. ടോക്ക് ഇൻ പെയേഴ്സ്. 2 പേർ ചേർന്ന് സംസാരിക്കുക. പെയറെന്ന് പറഞ്ഞാൽ ജോഡി നടത്താൻ. 2 പേര്, 2 സാധനങ്ങൾ പെയറാണ്. നമ്മൾ പറയില്ലേ, എ പെയർ ഓഫ് ഷൂസ്, ഒരു ജോഡി ഷൂ. 2 ചെരുപ്പുകൾ, എ പെയർ ഓഫ് ചപ്പൽസ്, ഇല്ലേ, 2 എണ്ണം എന്ന് പറഞ്ഞാൽ പെയറെന്ന് പറഞ്ഞാൽ 2 എണ്ണം, ജോഡികളെന്നർത്ഥം. ടോക്ക് ഇൻ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പേർ ചേർന്ന് സംസാരിക്കുക. Ask your partner questions such as the ones below. Ask your partner. കൂടെയുള്ള ആളിനോട് ആണ് പാർട്ണർ. അയാളോട് ചോദിക്കുക ചോദ്യങ്ങൾ. such as the ones below. താഴെ പറയുന്നത് പോലെ. നോക്കാം. ഇവിടെ 2 പേര് ചോദിക്കുന്നുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന് നിതിനും ഒന്ന് നേഹയുമാണ്. നിതിനും നേഹയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുകയാണ്. അപ്പോൾ അവർ പാർട്ട്നേഴ്സാണ്. ആദ്യം നിതിനാണ് ചോദിക്കുന്നത്. നിതിൻ എന്താ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. നിതിൻ, വാട്ട് ഈസ് ദിസ്? നിതിൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദിസ്? ഇതെന്താകുന്നു? വാട്ട് ഈസ് ദിസ്? ഇതെന്താകുന്നു? നേഹ ഉത്തരം പറയുക, ദിസ് ഈസ് മൈ നോസ്. ഇതെൻ്റെ മൂക്കാണ്. ദിസ് ഈസ് മൈ നോസ്. നേഹ ചോദിക്കുകയാണ്, വാട്ട് ആർ ദീസ്? നേഹ ചോദിച്ചു, വാട്ട് ആർ ദീസ്? ഇവ എന്താണ്? നിതിൻ പറഞ്ഞു, ദീസ് ആർ മൈ ഷോൾഡേഴ്സ്. അപ്പോൾ ഇതെൻ്റെ ഷോൾഡേഴ്സാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നേഹ നിതിൻ്റെ തോളത്ത് തൊട്ടുകൊണ്ടായിരിക്കും ചോദിച്ചത്, ദീസ് വാട്ട് ആർ ദീസ്, ഇതെന്താണെന്ന്. അപ്പം നിതിൻ പറയുന്നു, ഇതെൻ്റെ തോളുകളാണ്. ദീസ് ആർ മൈ ഷോൾഡേഴ്സ്. മനസ്സിലായില്ലേ? ഷോൾഡേഴ്സ് മീൻസ് തോളുകൾ. നിതിൻ, വാട്ട് ഈസ് ദിസ്? നിതിൻ ചോദിക്കുന്നു, ഇതെന്താണ്? നേഹ, ദിസ് ഈസ് മൈ മൗത്ത്. ഇതെൻ്റെ വായാകുന്നു. നേഹ ചോദിക്കുകയാണ്, വാട്ട് ആർ ദീസ്? ഇവ എന്താണ്? ഒന്നിൽ കൂടുതൽ സാധനം ഉള്ളതുകൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ ചോദിക്കുമ്പോഴാണ് ആറെന്ന് ചോദിക്കുന്നത്, വാട്ട് ആർ ദീസ് എന്ന് ചോദിക്കുന്നത്. അപ്പം നിതിൻ പറയുന്നു, ദീസ് ആർ മൈ ഇയേഴ്സ്. ഇവ എൻ്റെ ചെവികളാണ്. ഇവ എൻ്റെ ചെവികളാകുന്നു. നിതിൻ, വാട്ട് ഈസ് ദീസ്? ഇതെന്താകുന്നു? നേഹ പറയും, ദിസ് ഈസ് മൈ മൗത്ത്. ഇതെൻ്റെ വായാണ്. ഉണ്ടോ? ഇതെൻ്റെ വായാകുന്നു. നേഹ, വാട്ട് ആർ ദീസ്? ഇതെന്തൊക്കെയാണ്? അല്ലെ ഇവ എന്താകുന്നു? ദീസ് ആർ മൈ ഹാൻഡ്സ്. ഇവ എൻ്റെ കൈകളാകുന്നു. നിതിൻ പറയാം, വാട്ട് ആർ ദീസ്? ഇവ എന്താകുന്നു? ദീസ് ആർ മൈ ലെഗ്സ്. ഇവ എൻ്റെ കാലുകളാകുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നിങ്ങൾ അടുത്ത പേജ് നിർത്തേ. കണ്ടില്ലേ? മാച്ച് ദ പാർട്സ് ഓഫ് ദ ബോഡി വിത്ത് ദെയർ പിക്ചേഴ്സ്.
match, M-A-T-C-H, match the parts of the body with their pictures. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ പടം കൊടുത്തിട്ടുണ്ട്. കൈയുടെ, കണ്ണിൻ്റെ, കണ്ടില്ലേ? കൈപ്പത്തിയുടെ ആദ്യം കൊടുത്തിരിക്കുന്ന പടം, പിന്നെയാണ് കണ്ണിൻ്റെ പടം, പിന്നെ കൈയുടെ പടം, പിന്നെ മുഖത്തിൻ്റെ പടം, തല അല്ലേ, പിന്നെ കാലുണ്ട്, പിന്നെ നാക്കുണ്ട്, പിന്നെ ചെവിയുണ്ട്, പിന്നെ മൂക്കുണ്ട്, പിന്നെ കാലുണ്ട്, കവിളുണ്ട്, വായുണ്ട്. ഇപ്പം ഇത്രയും പടമുണ്ട്. 11 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പേര് നടുക്കിട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? ഹെഡ്, നോസ്, ഐസ്, ഇയർ, ചീക്ക്, ഹാൻഡ്, ടങ്, ആം, മൗത്ത്, ഫുട്ട് ആൻഡ് ലെഗ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പടം ഹാൻഡിൻ്റെതാണ്. അതിൻ്റെ പേര് നടുക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. കണ്ടോ? എഴുതിയിട്ടുണ്ട്, നോക്കിയേ. ഹാൻഡ് HAND, ഹാൻഡ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കൈയുടെ പടത്തിൻ്റെ അവിടുന്ന് HAND, ഹാൻഡിന് അങ്ങോട്ടേക്ക് പെൻസിലുകൊണ്ട് ചെറിയതായിട്ട് അങ്ങോട്ട് വരച്ചൊന്ന് വയ്ക്കണം. മനസ്സിലായി? അങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. കൈപ്പത്തിയുടെ പടത്തിൻ്റെ അവിടുന്ന് HAND, ഹാൻഡിൻ്റെ അങ്ങോട്ടേക്ക് പെൻസിലുകൊണ്ട് വലിയ തെളിച്ചയില്ലാതെ ഒന്ന് വരച്ച് ചേർക്കണം. അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ? ഹാൻഡ് എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്ന, ഹാൻഡാണ്. അതവിടെ എഴുതിയിട്ടുണ്ട്, HAND, ഹാൻഡ് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ച് ചേർക്കണം. പിന്നെ EYE, ഐ ആണ്. ഐ കണ്ടേ? ഐയുടെ പടത്തിന് നേരെ അപ്പുറത്ത് മൂന്നാമത് കിടക്കുന്ന ഐ എന്ന് എഴുതിയിട്ടുണ്ട്. EYE. അപ്പം കണ്ണിൻ്റെ പടത്തിൻ്റെ അവിടുന്ന് EYE നയിക്കുന്ന ഐയുടെ നേരെ പെൻസിൽ കൊണ്ട് സാവധാനം പതുക്കെ ഒന്ന് വരച്ച് ചേർക്കണം. മനസ്സിലായോ? അടുത്തത് നോക്കിയേ, അടുത്ത ഹാൻഡാണ്. അപ്പോൾ ഹാൻഡിൻ്റെ നേരെ, ഹാൻഡിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടില്ലേ HAND, ഹാൻഡ് ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങളത് വരച്ച് ചേർക്കാൻ നോക്കണം. വലിയ കട്ടി മുറുക്ക വരയ്ക്കണ്ട, തൂത്ത് കളയാൻ പാകത്തിന് പതിനെ വരച്ചാൽ മതി. HEAD, ഹെഡ്. ആ ഹെഡിൻ്റെ നേരെ വരയ്ക്കണം. കണ്ടോ? HEAD, ഹെഡ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ആദ്യത്തെ അത്. അപ്പോൾ ആദ്യ തലയുടെ പടത്തിൽ നിന്നും ആ മുഖത്തിൻ്റെ പടത്തിൽ നിന്നും വരയ്ക്കേണ്ടത് ഒന്നാമത്തെ എഴുതിയ വാക്കുകളിലേക്കാണ്. കണ്ടില്ലേ? അടുത്ത ലെഗ്, LEG, ലെഗ്. കണ്ട് ഏറ്റവും താഴെ ലെഗ് എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരച്ചേർക്കണം. പിന്നെ കിടക്കുന്ന ടങ്ങാണ്, TONGUE, ടങ്, നാവ്. അത് കണ്ടില്ലേ? TONGUE എന്നിരിക്കുന്ന അങ്ങോട്ടേക്ക് വരച്ചേർക്കണം. അതിൻ്റെ ഇപ്പുറത്ത് ഇയറാണ്, ചെവി. അവിടെ എഴുതിക്കണ്ട ഇയർ എന്ന്, നാലാമത്തെ എഴുതിക്കുന്നത് ഇയർ എന്നാണ്. അതിൽ നിന്ന് ചെവിയുടെ അങ്ങോട്ടേക്ക് വരച്ച് ചേർക്കണം. അടുത്തത് നോസാണ്, NOS, രണ്ടാമത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നോസിൻ്റെ പടത്തിൻ്റെ അങ്ങോട്ടേക്ക് വരച്ച് ചേർക്കണം. കണ്ടില്ലേ? അടുത്തത് ലെഗാണ്, LEG, ലെഗാണ്. അല്ല, LEG ലെഗല്ല, ദിസ് ഫുട്ട്, FWOT, ഫുട്ടാണ്. കാൽപ്പത്തി. ആ കാൽപ്പത്തിയുടെ അങ്ങോട്ടേക്ക് FOOT എന്നുള്ളിടത്ത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കണം. ദെൻ അടുത്തത് ലെഗാണ്, ലെഗിന് കാലാണ്. കണ്ടില്ലേ? ഇവിടെ ആദ്യത്തെ സെറ്റ് താഴെ കിടക്കുന്ന പടത്തിൽ കാലിൻ്റെ പടം കൊടുത്തിരിക്കുന്നതുണ്ടോ? ഏറ്റവും താഴത്തതിൻ്റെ മുകളിലത്തത്. അതിലൂടെ വരച്ച് ചേർക്കണം കേട്ടോ. ലെഗ്. ലെഗ് കഴിഞ്ഞാൽ പിന്നെ ചീക്കുണ്ട്, ചീക്ക് എവിടെയുണ്ട്? ഫുഡ്, ലെഗ്, ഹെഡ്, ഇയർ, ചീക്ക്, CHWK, ചീക്ക്. കണ്ടില്ലേ? 3, 2, അഞ്ചാമത്തത് അവിടെ നിന്ന് ചീക്കിൻ്റെ അങ്ങോട്ടേക്ക് വരച്ച് ചേർക്കണം. പിന്നെ കൊടുത്തിരിക്കുക വായാണ്, മൗത്ത്, MOUTH, മൗത്ത് എന്നിരിക്കുന്നിടത്ത് നിന്ന് മൗത്തിൻ്റെ പടത്തിൻ്റെ അങ്ങോട്ടേക്ക് പെൻസിൽ കൊണ്ട് നേരിയ രീതിയിലൊന്ന് വരച്ച് ചേർക്കണം. അപ്പം നിങ്ങൾക്ക് മാച്ച് ചെയ്തല്ലോ. നിങ്ങളുടെ ബുക്കിൽ സാവധാനം അങ്ങനെ എഴുതി ചേർക്കണം. അപ്പം ശരിയാവും കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റ് us റീഡ്. നമുക്ക് വായിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. പടങ്ങളിൽ നോക്കൂ. റീഡ് ദ വേർഡ്. വാക്ക് വായിക്കണേ. ദെൻ റീഡ് ദ സെൻറ്റൻസ്. എന്നിട്ട് സെൻറ്റൻസ് വായിക്കണം. ആദ്യത്തെ പടം കൊടുക്കുന്നത് ഐ ആണ്. EYES, ഐസ്. ഐ സീ വിത്ത് മൈ ഐസ്. ഞാൻ കണ്ണുകൾ കൊണ്ട് കാണുന്നു. കണ്ണിൻ്റെ ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഐസ്, കണ്ണുകൾ. ഐ സീ വിത്ത് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. അടുത്തതോ ഇയേഴ്സാണ്. ഇയറാണ് വരച്ചിരിക്കുന്നത്. ഇയേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. ഞാൻ എൻ്റെ ചെവികൾ കൊണ്ട് കേൾക്കുന്നു. അടുത്തത് നോസ്, NOS, നോസ്. ഐ സ്മെൽ വിത്ത് മൈ നോസ്.
ഒരു മൂക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് നോസസ് എന്ന് കൊടുക്കാൻ കണ്ടില്ലേ. ഐ സ്മെൽ വിത്ത് മൈ നോസ്, ഞാൻ മൂക്കുകൊണ്ട് മണം പിടിക്കുന്നു. ഐ സ്മെൽ വിത്ത് മൈ നോസ്. മണം അറിയാൻ നമ്മൾ മൂക്കാണ് ഉപയോഗിക്കുന്നത്. മൂക്കില്ലെങ്കിൽ നമുക്ക് പറ്റുമോ മണം അറിയാൻ? സോ മൂക്കാണ് മണം അറിയിക്കുന്ന ഒരു ഇന്ദ്രിയം. സോ അടുത്തതോ മൗത്ത്. ഐ ഈറ്റ് വിത്ത് മൈ മൗത്ത്, ഞാൻ എൻ്റെ വായ് കൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. ഐ ഈറ്റ് വിത്ത് മൈ ഐസ്, ഞാൻ വായ് ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു. സ്കിൻ. ഐ ഫീൽ വിത്ത് മൈ സ്കിൻ, ഞാൻ സ്കിൻ ഉപയോഗിച്ച് തൊട്ടറിയുന്നു. ഐ ഫീൽ വിത്ത് മൈ സ്കിൻ, ഞാൻ ത്വക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ തൊലി ഉപയോഗിച്ച് തൊട്ടറിയുന്നു. ഞാൻ ത്വക്ക് ഉപയോഗിച്ച് തൊട്ടറിയുന്നു. സ്കിൻ മീൻസ് ത്വക്ക്. ത്വക്ക് ഉപയോഗിച്ച് തൊട്ടറിയുന്നു. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് വായിക്കാം. ഐ സീ വിത്ത് മൈ ഐസ്, ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്, ഐ സ്മെൽ വിത്ത് മൈ നോസ്, ഐ ഈറ്റ് വിത്ത് മൈ മൗത്ത്, ഐ ഫീൽ വിത്ത് മൈ സ്കിൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.